അപ്പൊ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു യു എയിൽ ഒരു ജോലി കിട്ടിയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫസ്റ്റത്തെ മന്ത് എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരാം, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ്. അപ്പൊ ആരെങ്കിലും ഓഫർ ലെറ്റർ ഒക്കെ കിട്ടി ജോയിൻ ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ജോയിനിങ് ഡേറ്റ് ഒക്കെ കൺഫേം ആയിരിക്കുന്നവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. യു എയിൽ നമ്മൾ വൺസ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹോസ്പിറ്റലോ ഹോം കെയറോ അല്ലെങ്കിൽ ക്ലിനിക്സോ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് ജോലി കിട്ടിയതിന് ശേഷം ആദ്യത്തെ മന്തിൽ, ഫസ്റ്റത്തെ മന്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വൺസ് എവിടെയെങ്കിലും ജോലി കിട്ടിയതിന് ശേഷം ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഓഫർ ലെറ്റർ അയച്ചു തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഓഫർ ലെറ്ററിൽ അയച്ചു തരുന്നു, നമ്മൾ സൈൻ ചെയ്ത് റിട്ടേൺ അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് HR ഡോക്യുമെന്റേഷൻ വെരിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. എല്ലായിടത്തും സെയിം ആവണമെന്നില്ല, ഈ സ്ഥലത്തും വ്യത്യാസമായിരിക്കും, പക്ഷെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫസ്റ്റ് HR വെരിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ എസ്പെഷ്യലി ഗവൺമെന്റിലൊക്കെ ആണെങ്കിൽ അവർ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, ഡാറ്റ ഫ്ലോയുടെ റിപ്പോർട്ട്, പിന്നെ നമ്മുടെ എലിജിബിലിറ്റി ലെറ്റർ, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നമ്മുടെ എക്സ്പീരിയൻസ് എവിടെയൊക്കെ ഉള്ളെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ എല്ലാം നമ്മൾ എന്താക്കുന്നു, ആ ഒരു HR മെയിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഫുള്ള് നമ്മൾ സ്കാൻഡ് ആയിട്ടുള്ള PDF ആക്കിയിട്ടാണ് അയച്ചു കൊടുക്കാനുള്ളത്. അത് അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈസൻസ്, ഇപ്പൊ DH ഓർ DOH ഓർ HAD ഓർ MOH, നമ്മുടെ ലൈസൻസ് അവർ ആക്ടിവേറ്റ് ആക്കി തരും. നമ്മുടെ ലൈസൻസ് എന്ത് ചെയ്യും, എലിജിബിലിറ്റി എന്നുള്ളത് നമുക്ക് എന്താക്കി തരും, ലൈസൻസിലേക്ക് ആക്കി തരും. ആരുടെ അണ്ടറിലാണോ ഫെസിലിറ്റിയുടെ അണ്ടറിലേക്കുള്ള ഒരു ലൈസൻസിലേക്ക് ആക്കി തരും. ഇതാണ് ഫസ്റ്റ് നമുക്കൊരു ജോലി കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റത്തെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈസൻസ് ആക്ടിവേഷൻ ആക്കി തരും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻ ഡേറ്റ് കാര്യങ്ങളെല്ലാം അവർ അറിയിക്കും. അപ്പൊ നിങ്ങൾ പറയും വിസ അപ്പോൾ അടിച്ചിട്ടാ, ചിലവർ വിസ അടിച്ചിട്ട്, ഇപ്പൊ എസ്പെഷ്യലി ഗവൺമെന്റിലൊക്കെ ആണെങ്കിൽ വിസ കാര്യങ്ങൾ അടിച്ചതിന് ശേഷമാണ് ജോയിൻ ഡേറ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ അയക്കുന്നു, നമ്മുടെ ലൈസൻസ് ആക്ടിവേറ്റ് ആക്കുന്നു, പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മുടെ വിസ പ്രോസസ്സിങ് കാര്യങ്ങളാക്കുന്നു, നമ്മൾ കോൺട്രാക്ട് കാര്യങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നു, നമ്മൾ സൈൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ വിസയുടെ എന്ത് ചെയ്യുന്നു, വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഈ വിസ എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടുന്നു. വൺസ് ഈ വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജോലിയിലേക്ക് കയറാം. ജോയിനിങ് ഡേറ്റ് അവർ അനൗൺസ് ചെയ്യും. അങ്ങനെയാണ് ഗവൺമെന്റിൽ വരുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെയുള്ള ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത്. പക്ഷെ ചില ഹോം കെയറുകൾ ചിലവർ, അല്ലെങ്കിൽ ചില ക്ലിനിക്സ് ഒക്കെ അവര് ഇപ്പൊ ഓൾറെഡി നമുക്കൊരു വിസിറ്റിംഗ് വിസ ഉണ്ടെങ്കിൽ അവർ പറയും ഓക്കെ നിങ്ങൾ ജോയിൻ ചെയ്യും, ജസ്റ്റ് ലൈസൻസ് ആക്ടിവേറ്റ് ആക്കിയതിന് ശേഷം അവർ പറയും ജോയിൻ ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ വഴിയിൽ നടന്നോളും, നിങ്ങൾ ജോയിൻ. എന്താ വെച്ചാൽ അവർക്ക് അത്രയും ടൈറ്റ് ആയിട്ട് സ്റ്റാഫിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് ജോയിൻ ഡേറ്റും കാര്യങ്ങളും പറയും. അപ്പൊ അതിലും നമ്മളെല്ലാം നമുക്ക് വിസിറ്റിംഗ് വിസയിൽ വർക്ക് ചെയ്യാനായിട്ട് യാതൊരു പെർമിഷനും ഇല്ല, പക്ഷെ അവർ അതിന്റെ പ്രോസസ്സിംഗ് പേപ്പർ വർക്കൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഫൈനോ കാര്യങ്ങളോ നമുക്ക് വരാനോ പേടിക്കാനോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു, അവർ ആ പ്രോസസ്സിങ് കഴിയുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഈ വിസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താക്കുന്നു, ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റത്തെ ഒരു എല്ലായിടത്തും ഒരു 1 വീക്കിനാണ് ഓറിയന്റേഷൻ ഉണ്ടാവുക. ആദ്യം നമുക്ക് ഓറിയന്റേഷൻ സാധാ എല്ലായിടത്തെയും പോലെ തന്നെ നമുക്ക് ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ തരുന്നു. അത് നമ്മുടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ നമുക്ക് എന്ത് ചെയ്യുന്നു, എല്ലായിടത്തെയും ഓറിയന്റേഷനും കാര്യങ്ങളും എല്ലാം തന്നിട്ട് നമുക്ക്, അല്ലെങ്കിൽ അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് ഓറിയന്റേഷൻ ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടാവും. അത് ഞാൻ പറയുന്നത് ഹോസ്പിറ്റലിന്റെ കേസ് ആണ് കേട്ടോ. ക്ലിനിക്സിലെ സെറ്റിംഗ്സും ഹോം കെയറിലെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാൻ ഹോം കെയറിൽ ആദ്യം പറഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലിനിക്ക് ഹോം കെയറിലേക്ക് പയ്യെ വരാം കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലുകളിൽ ആദ്യമായിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓറിയന്റേഷൻ തരും. നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ എവിടെയാണോ അസൈൻ ചെയ്തേക്കണം, നമ്മളിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിട്ടല്ലല്ലോ പോവുക, അവർ കുറെ ആൾക്കാരെ പല ഡിപ്പാർട്ട്മെന്റുകളിലും വിളിച്ചിട്ടുണ്ടാവും ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുത്തുന്നു, നമുക്ക് ID കാർഡ് തരുന്നു, നമ്മുടെ യൂണിഫോം തരുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ പഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അറ്റ് എ ടൈമിൽ തന്നെ ചിലർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ചിലവർ ഒരു 1 വീക്കൊക്കെ എടുത്തിട്ടായിരിക്കും പഞ്ചിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം തന്നെ ഒരു HR ഒരു ഓറിയന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിപ്പാർട്ട്മെന്റ് വൈസ് തിരിക്കുന്നു. എവിടെയാണോ നമ്മുടെ ഹയർ ചെയ്തേക്കുന്ന ആ ഒരു വയസ്സിൽ തിരിച്ചിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി അവിടുത്തെ ഇൻചാർജ് അല്ലെങ്കിൽ സീനിയർ, അധികം സീനിയർ തന്നെ ആയിരിക്കും, പിന്നെ ഇൻചാർജ് അല്ലെങ്കിൽ അവർക്ക് ഹാൻഡ് ഓവർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടേക്ക് അസൈൻ ചെയ്യുന്നു. വൺസ് അസൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ സീനിയർ അല്ലെങ്കിൽ ആരാണോ റെസ്പോണ്ട് ആയ പേഴ്സൺ നമുക്ക് അവിടുത്തെ ഓറിയന്റേഷനും കാര്യങ്ങളൊക്കെ തരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിലെ ഓറിയന്റേഷൻ മേ ബി നെക്സ്റ്റ് ഡേ ആയിരിക്കും, അല്ലെങ്കിൽ മേ ബി വിത്തിൻ 1 മന്തിന്റെ ഉള്ളിൽ അവർ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഓറിയന്റേഷൻ എന്ത് ചെയ്യും, 1 വീക്കിൽ തരികയാണ് ചെയ്യുന്നത്. അത് ഹോസ്പിറ്റലിലെ പോളിസി, വിഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഓറിയന്റേഷനിൽ നമുക്ക് കിട്ടും. വൺസ് ആ ഓറിയന്റേഷനും കാര്യങ്ങളും കിട്ടിയതിന് ശേഷം നമുക്ക് അതിലൊക്കെ
സാലറി വൺസ് നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം സാലറി കാൽക്കുലേഷൻ തുടങ്ങിയിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓറിയന്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേസ്മെന്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഡ്യൂട്ടി സാധാ പോലെ ഇൻചാർജ് ആസ് പെർ ദ ഇൻചാർജ് തീരുമാനിക്കണ പോലെ നമുക്ക് ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം അസൈൻ ചെയ്തിട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മളെപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രൊബേഷണൽ പീരീഡ് ഉണ്ടാവും. എല്ലാവർക്കും തന്നെ അറിയാം, എല്ലായിടത്തും പ്രൊബേഷണൽ പീരീഡ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ 3 months ആയിരിക്കും, അല്ലെങ്കിൽ 6 months ആയിരിക്കും. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ 3 months 6 months ഉള്ളതും. അപ്പൊ 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യുവേഷൻ ഉണ്ടാവും. നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെയാന്നുള്ളതൊക്കെ ഇൻചാർജ് എന്ത് ചെയ്യും, HR-ലേക്ക് ഫോർവേഡ് ചെയ്യും. അതായത് ഈ എംപ്ലോയീസ് നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ റെക്കമെൻഡേഷൻ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫർമേഷൻ മെയിൽ വരും. അല്ലെങ്കിൽ 6 months കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫർമേഷൻ, അതായത് ജോലി കൺഫേംഡ് ആയി, നിങ്ങളുടെ പ്രൊബേഷണൽ പീരീഡ് കംപ്ലീറ്റ് ആയി സക്സസ്ഫുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെയിൽ ത്രൂ വരും. എന്നിട്ട് എന്താക്കുന്നു, നമ്മുടെ കൺഫേം ഇതും കഴിഞ്ഞു, എന്നിട്ട് പ്രൊബേഷണൽ പീരീഡും കഴിഞ്ഞു, നമ്മൾ സ്റ്റാഫായി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ സാലറി അക്കൗണ്ട് അത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു, സാലറി അക്കൗണ്ടിന് വേണ്ടിയിട്ട് അത് കാര്യങ്ങൾ അതാക്കുന്നു. നമുക്ക് ഏത് സമയത്താണോ സാലറി അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അക്കൗണ്ടിലേക്ക് സാലറി വരുന്നു. ഇതാണ് ജോയിൻ ചെയ്ത് കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി നമ്മൾ പുതിയ സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്തായാലും അഫ്കോഴ്സ് നമുക്ക് പേടിയും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു പുതിയ സ്ഥലമാണ്, നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും അവിടെയായിട്ട് പൊരുത്തപ്പെട്ട് പോകാനും ഇച്ചിരി സമയം എടുക്കും. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അപ്പോൾ പ്രൊബേഷണൽ പീരീഡ് ആണ്, നമുക്ക് ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ അറിയില്ലെങ്കിലോ ഒക്കെ നമുക്ക് ചോദിക്കാം, നമ്മുടെ സീനിയേഴ്സിനോട് ചോദിച്ച് ചെയ്യണേന് യാതൊരു കുഴപ്പമില്ല, ആരും ഒന്നും പറയില്ല. നമ്മൾ പ്രൊഫഷണൽ പീരീഡ് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് അസൈൻമെന്റോ കാര്യങ്ങളോ അങ്ങനെ സ്റ്റാഫിന്റെ വലിയ പോലത്തെ ഒന്നും നമുക്ക് തരാൻ പാടില്ല, നമുക്ക് തരൂല്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ചോദിച്ച് കണ്ടറിഞ്ഞ് നമുക്ക് ചെയ്യാം, യാതൊരു ഇല്ല. അതിൽ നമ്മൾ ഇപ്പോൾ പ്രൊഫഷണൽ പീരീഡിൽ നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ചെയ്യുവാണെങ്കിലും നമുക്ക് ഒരു ഇഷ്യൂസും ഇല്ല. നമ്മൾ എന്ത് ചെയ്യാം, ഓക്കെ ട്രെയിനി ആണല്ലോ, അപ്പൊ അത് കുഴപ്പമില്ലാതിരിക്കണം. നാട്ടിലത്തെ പോലെ തന്നെ സെയിം സിസ്റ്റം തന്നെയാണ് വരുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലിനിക്സ് ആൻഡ് ഹോം കെയറുകൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവർ ഈ വിസ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടല്ല, അതായത് വിസ വന്നിട്ടോ അങ്ങനത്തെ ഒന്നും അല്ല ഈ ഇരിക്കുന്നത്. ഈ ഒരു വിസയാണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ വിസ നമുക്ക് എന്താക്കുന്നു, വിത്തിൻ 3 months ഉള്ളിൽ നമുക്ക് ഈ വിസ അവരെന്താക്കുന്നു, നമ്മുടെ മെഡിക്കലിനും എമിറേറ്റ്സ് ഐഡിക്കും വേണ്ടിയിട്ട് നമുക്ക് ഡേറ്റ് വരും. ഓട്ടോമാറ്റിക്കലി അത് അവർ തന്നെ ഫോളോ അപ്പ് ചെയ്തോളും. നമുക്ക് മെയിൽ ത്രൂ വരും. ആ സമയത്ത് നമ്മൾ പെർമിഷൻ എടുത്ത് പോയിട്ട് എമിറേറ്റ്സ് ഐഡിക്കും മെഡിക്കലിനും കൂടി പോയി നമ്മൾ ചെയ്യുന്നു. പിന്നെ വൺസ് ആ ഒരു HR-ലേക്കാണ് എമിറേറ്റ്സ് ഐഡി വരിക, നമ്മൾ പോയി കളക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും വിസയും കാര്യങ്ങളും എല്ലാം ഓക്കെ ആവും. ഇതിൽ എൻ്റർലി ഡിഫറെന്റ് ആണ് ഹോം കെയർ ആൻഡ് ക്ലിനിക്സിൽ. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവർ ചിലപ്പോൾ വിസിറ്റിംഗ് വിസയിൽ നമ്മളെ ജോലിക്ക് കയറ്റും. എന്നിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ അവർ പറയും ഞങ്ങൾ വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഒരു വിസ അടിക്കാണ്ട് നിങ്ങളെ ആ വിസിറ്റിംഗ് വിസയിലാണ് കയറ്റണമെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ പുഷ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക, അവരോട് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, എന്തായി എൻ്റെ വിസ, എവിടെയായി പ്രോസസ്സിങ് കാര്യങ്ങൾ. നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വിസ നിയർ ബൈ എക്സ്പയറി ആണെങ്കിൽ അവർ ചിലപ്പോൾ പ്രോസസ്സിങ്, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ പറഞ്ഞു പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങനെ ഒരു കാര്യമേ ചെയ്തിട്ടില്ലായിരുന്നു, എൻ്റെ വിസ പ്രോസസ്സിങ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഹോം കെയറിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് എന്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അവരൊരു എനിക്ക് തോന്നുന്നു ഒരു 3 months കഴിഞ്ഞിട്ടാണ് അവർ പിന്നെ വിസ പ്രോസസ്സിങ്. അപ്പൊ ഞാൻ HR-ലേക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ പ്രോസസ്സിംഗ് ആണ്. അപ്പൊ നമ്മളിപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് വരിക എന്തൊക്കെയാന്നുള്ളതൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഓർക്കുന്നത് പ്രോസസ്സിംഗ് ആണെന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വിസിറ്റിംഗ് വിസ കഴിഞ്ഞ് എക്സ്പയറി ആയിട്ട് ഞാൻ അത് എക്സ്റ്റെൻഡ് ചെയ്യോ കാര്യങ്ങളോ റിന്യൂ ചെയ്യോ ഒന്നും ചെയ്തില്ല. ഓക്കെ ഓൾറെഡി അവർ കൊടുത്തല്ലോ, അപ്പൊ എനിക്ക് ഇഷ്യൂസ് വരില്ലെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഒരു 3 months അടുത്ത് ആവാറായിട്ടും ഇവരുടെ ഒരു റെസ്പോണ്ടും വരാതിരുന്നു. അപ്പൊ ഞാനത് വീണ്ടും ചോദിച്ച് ഇതാക്കിയപ്പോൾ അവർ പറഞ്ഞു കലടത് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്, ഇത് റിജക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ എന്നാന്ന് ചോദിച്ചപ്പോഴാണ് അറിയാൻ വേണ്ടി പറ്റിയത്, അവര് എന്റെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 2 months ആയപ്പോഴാണ് അവർ വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴേക്കും എന്റെ എക്സ്പയർ ആയിട്ട് എന്റെ ഒരു 1 month ആയി. നമുക്കൊരു ഗ്രേസ് പീരീഡ് പോലും കിട്ടത്തില്ല വിസിറ്റിംഗ് വിസയ്ക്ക്. അപ്പോൾ എന്താക്കി, അവരത് അബ്സ്കോണ്ടഡ് ആയി. ഒന്നില്ലെങ്കിൽ വിസിറ്റിംഗ് വിസ കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ പുതിയ എംപ്ലോയി വിസയിലേക്ക് പോകണം. ഈ 3 കാര്യം ഞാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ എന്റെ എന്ത് ചെയ്യുന്നു, അബ്സ്കോണ്ടഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിൽ പോയായിരുന്നു. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അബുദാബിയിലായിരുന്നു എനിക്ക് വിസിറ്റിംഗ് വിസ എടുത്തു തന്നത്. അതൊരു കമ്പനി ആയിരുന്നു എനിക്ക് വിസിറ്റിംഗ് വിസ, അത് ടൈപ്പിംഗ് സെന്ററിൽ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ വിസിറ്റിംഗ് വിസ എടുത്തത്. അതുകൊണ്ട് തന്നെ അബ്സ്കോണ്ടഡ് ആയി. അപ്പൊ ഇനി വിസ അല്ല, ബ്ലാക്ക് ലിസ്റ്റിലായി, റിജക്റ്റഡ് ആയി എന്ന് പറഞ്ഞു. എംപ്ലോയി വിസ അടിക്കാൻ പറ്റില്ല, അത് ആദ്യം ക്ലിയർ ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ചോദിച്ചപ്പോൾ ഞാൻ എമിഗ്രേഷനിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാരാണോ
അബ്സ്കോണ്ടഡ് അടിച്ചത്, മീൻസ് എവിടെ നിന്നാണോ പോയത് അവിടെ തന്നെ പോയി ഇത് ക്ലിയർ ചെയ്യണം, അല്ലാണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല, പറഞ്ഞു തരാനും ആരുമില്ല. ആക്ച്വലി അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്കറിയില്ലല്ലോ, നമുക്ക് ഇവിടുന്നൊക്കെ ഓരോ ഇത് കിട്ടുന്നതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ഇതാക്കുന്നത്. അങ്ങനെ ആ അടിച്ച സ്ഥലത്ത് അവരുടെ ഒരു ബ്രാഞ്ച് ദുബായിലുണ്ടായിരുന്നു, അവിടെ പോയി കഴിഞ്ഞാൽ അവരോട് വെച്ചപ്പോൾ അവർ പറഞ്ഞത് അബ്സ്കോണ്ടഡ് ആയി ഫൈൻ വന്നിട്ടുണ്ട്, 5500 ദിർഹംസ് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുള്ളൂ എന്നുള്ളത്. ആക്ച്വലി അത്ര എമൗണ്ട് ഒന്നും ഇല്ലായിരുന്നു, അവരുടെ ഒരു ഇതും കൂടി കൂട്ടിയിട്ടാണ് അവർ പറഞ്ഞത്. പക്ഷെ എനിക്ക് വേറെ ഓപ്ഷനോ കാര്യങ്ങളോ ഇല്ല, എനിക്ക് ഓൾറെഡി ജോലി കിട്ടി, ഞാൻ ജോലിയിൽ കയറി അവരുടെ ഇതാക്കി. പക്ഷെ അവരെനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, അവർ വിസ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് എന്നെ കുറെ ആയിട്ട് കളിപ്പിച്ചു. പക്ഷെ അതിന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഓക്കെ, നിങ്ങളിപ്പോൾ പേയ്മെന്റ് അടക്കി, ഞാൻ റീഫണ്ട് ചെയ്ത് തരാം, നിങ്ങൾ ആ ബില്ലും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്താൽ മതി, ഞാൻ റീഫണ്ട് ചെയ്ത് തരാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ഒരു പുറത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഇല്ലാത്ത കാശ് ഉണ്ടാക്കി ഞാൻ ആ അബ്സ്കോണ്ടഡ് 5500 ദിർഹംസ് അടച്ചു. അത് നാട്ടിൽ ഒരു 1.5 ലക്ഷത്തിന്റെ അടുത്തുണ്ടായിരുന്നു ആ പൈസ. അത് അടച്ചതിന് ശേഷം ഞാൻ അബ്സ്കോണ്ടഡ് എന്ന് പറഞ്ഞ കാര്യം ക്ലിയർ ആക്കിയപ്പോൾ എന്റെ ബ്ലാക്ക് ലിസ്റ്റ് മാറി കിട്ടി. എന്നിട്ട് വീണ്ടും വിസയ്ക്ക് കൊടുത്തു, എംപ്ലോയി വിസയ്ക്ക് കൊടുത്തപ്പോഴാണ് അത് സാങ്ഷൻ ആയി. എന്നിട്ട് ഞാൻ ആ ബില്ലും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഇവിടുത്തെ HR-ലേക്കൊക്കെ അപേക്ഷിച്ച് നോക്കി. പക്ഷേ പ്രൈവറ്റ് ഹോം കെയർ സെന്റർ ആണ്, അവരെനിക്ക് പൈസയോ കാര്യങ്ങളോ ഒന്നും, ഞാൻ കുറേ HR-ൽ നടന്നതാക്കി, ലാസ്റ്റ് എനിക്ക് ആ ഒരു പൈസ കിട്ടിയില്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കട്ടെ. അവർ പ്രോസസ്സിംഗ് ആണ് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളുടെ വിസിറ്റിംഗ് വിസ എക്സ്പയർ ആവാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിസിറ്റിംഗ് വിസ വീണ്ടും റിന്യൂ ചെയ്യുക. എന്നിട്ട് അവരാണ്, അതായത് വൺസ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വിസിറ്റിംഗ് വിസ ആണ്, അതായത് അവർ എംപ്ലോയി വിസ അറ്റ് എ ടൈമിൽ തന്നെ അടിച്ചു തരണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വിസിറ്റിംഗ് വിസ എടുത്തിട്ടുണ്ടെങ്കിൽ അവരാണ് എടുത്തു തരേണ്ടത്. അവരെടുത്തു തരാണ്ട് നമ്മളാണ് എടുത്തതെങ്കിൽ അവരുടെ ആ കോസ്റ്റ് അവർ പേയ്മെന്റ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം അവരെ കയ്യിൽ നിന്ന് ആ പേയ്മെന്റ് ഇൻവോയ്സ് വാങ്ങിയിട്ട് അവരെ കയ്യിൽ നിന്ന് അത് വാങ്ങുക. അവരോട് പറയാം എനിക്ക് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫൈനും കാര്യങ്ങളും അടയ്ക്കാനായിട്ട് എനിക്ക് പറ്റില്ല. അവർ ജസ്റ്റ് വെർബലി പറയും. അപ്പൊ നിങ്ങൾ മെയിൽ ത്രൂ ഒക്കെ എന്ത് ചെയ്യുക, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് അവർ എന്നിട്ടും ചെയ്തു തരുന്നില്ലെങ്കിൽ നിങ്ങൾ റിന്യൂ ചെയ്യുക, നിങ്ങളുടെ പൈസ കൊടുത്തിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്താക്കുക, അവരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയിട്ട് ഇതാക്കുക. എന്താ വെച്ചാൽ അവരുടെ ഒരു ഇതുകൊണ്ടല്ലേ, അവർ പൈസ നമുക്ക് പെട്ടെന്ന് എടുത്തു തരാത്തതുകൊണ്ടല്ലേ, നമ്മൾ ഓൾറെഡി നമ്മുടെ എക്സ്പയറി കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലാം എഗ്രി ചെയ്തിട്ട് പിന്നെ ജോയിൻ ചെയ്തതിന് ശേഷം അവർ ഡിലേ അടിക്കുവാണെങ്കിൽ അത് അവരുടെ മിസ്റ്റേക്ക്, അവരെന്തായാലും ചെയ്യണം. അങ്ങനെ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫർ ലെറ്ററുമായിട്ട് നിങ്ങൾക്ക് ലേബറിൽ കംപ്ലൈന്റുമായിട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം എപ്പോഴും ഇങ്ങനെ വിസ അടിക്കാണ്ടൊക്കെ ആൾക്കാരെ കയറ്റുവാണെങ്കിൽ അത് മേക്ക് ഷുവർ ചെയ്യണം കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹോം കെയറിൽ, നല്ല ഹോം കെയറിലൊക്കെ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതുപോലെ തന്നെ 1 വീക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും വിത്ത് സ്റ്റാഫിന്റെ കൂടെയൊക്കെ നമുക്ക് അസൈൻ ചെയ്തിട്ട്, ആ ഒരു അഡൾട്ടോ പീഡിയാട്രിക് ആണെങ്കിൽ വിത്ത് സ്റ്റാഫിന്റെ കൂടെ നമുക്ക് ഇടും. ഇനിയിപ്പോൾ ബ്ലഡ് കളക്ഷൻ, IV അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും സീനിയർ സ്റ്റാഫിന്റെ കൂടെ നമ്മൾ ഇട്ട് പഠിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് 1 വീക്ക് അല്ലെങ്കിൽ 1 മന്ത് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ സാധാരണ ഒറ്റയ്ക്ക് ഇടാറുള്ളൂ. അതാണ് ഒരു നല്ല ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹോം കെയറിൽ എപ്പോഴും നടക്കുന്നത്. ഈ അൺലൈസൻസ്ഡും അല്ലാണ്ട് അൺപ്രാക്ടീസും അൺഎത്തിക്കലൊക്കെ ആയിട്ടുള്ള ഇതിലാണെങ്കിൽ അവർ വരുമ്പോൾ തന്നെ സ്റ്റാഫിന്റെ അടുത്ത് ഒറ്റയ്ക്ക് ഇടും. സ്റ്റാഫിന് ഒരു അവയർനെസ്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതൊക്കെ ഇരിക്കും. അവരവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓറിയന്റേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വിട്ടതിന് ശേഷം പിന്നെ ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾ എപ്പോഴും പറയാം നിങ്ങൾക്ക് ഓറിയന്റേഷൻ വേണം. അവർ തന്നില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ഓറിയന്റേഷനും കാര്യങ്ങളും ഇതാക്കുക. വിസ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഇതാക്കാൻ നോക്കുക. പിന്നെ ലൈസൻസ് അവരാക്കിയില്ലെങ്കിലും നിങ്ങൾ ആക്കാണ്ട് വർക്ക് ചെയ്യരുത്. നിങ്ങൾ ആരെങ്കിലും എവിടുന്നേലൊക്കെ കണ്ട് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ലൈസൻസ് എപ്പോഴും ആക്കിയിട്ട് ജോലിക്ക് കയറുക. അവരോട് ചോദിക്കുക എന്തുകൊണ്ട് ആക്കണമെന്നില്ല, ലൈസൻസ് ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണെന്നുള്ളത്. പിന്നെ അവരാക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വിസ അടിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ആ ഒരു ജോബിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് നിങ്ങൾ വേറെ നോക്കുമായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് നല്ലത്. എന്താ വെച്ചാൽ ആ ഒരു ജോലി പിന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു പോയാലും അത്ര സേഫ് ആയിട്ടുള്ള ഒരു ജോലിയല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഈ ക്ലിനിക്സിലാണെങ്കിലും നല്ല ക്ലിനിക്സും കാര്യങ്ങളാകുമ്പോൾ അവർ സീനിയേഴ്സിന്റെ കൂടെ ഇട്ട് അവിടെ ഇങ്ങനെ ഓറിയന്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ക്ലിനിക്സ് ഒക്കെ പറയുമ്പോൾ ഡെന്റല്, കോസ്മെറ്റിക്കിന്റെ ഒക്കെ ക്ലിനിക്സ് ചെറുതായിരിക്കും. അപ്പോൾ അവർ സെപ്പറേറ്റ് ഓറിയന്റേഷൻ അങ്ങനെ ആയിട്ടൊന്നും നമുക്ക് തരില്ല. എന്ന് വെച്ചാൽ അവിടെയൊക്കെ 2-3 സ്റ്റാഫിനെയൊക്കെ, മാക്സിമം ഒരു 3 സ്റ്റാഫിനെയൊക്കെ അവർ എടുക്കത്തുള്ളൂ. ചിലപ്പോൾ ഒരു സ്റ്റാഫൊക്കെ വേക്കൻസി ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന് വേണ്ടി അവർ ഓറിയന്റേഷൻ തരുമോ എന്ന് വെച്ചാൽ തരും. അത് സീനിയർ സ്റ്റാഫിന്റെ കൂടെ ഇട്ട് അവരെന്ത് ചെയ്യും, നോക്കി കണ്ട് പഠിച്ചിട്ട് നമ്മളെ പിന്നെയാണ് ഒറ്റയ്ക്ക് ഇടുള്ളൂ കേട്ടോ. അവരും അവിടെ പോലെ തന്നെയാണ്. വിസ കാര്യങ്ങളെല്ലാം ആദ്യം അടിക്കുന്നു, ലൈസൻസ് ആക്ടിവേറ്റ് ആക്കുന്നു, സാലറി എല്ലാം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. സാലറി ഹോം കെയർ ക്ലിനിക്സിലൊക്കെ സാലറി WBC വഴി, അതായത് നമുക്ക് അക്കൗണ്ടിൽ തന്നെ സാലറി വാങ്ങാനായിട്ട് മാക്സിമം ശ്രമിക്കുക. WBC വഴി സാലറി തന്നെ റിസീവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചില ക്ലിനിക്സ് ഹോം കെയർ ഒന്നും അങ്ങനെ എല്ലാവരും കയ്യിൽ കൊടുക്കും, അല്ലെങ്കിൽ അല്ലാണ്ട് ജസ്റ്റ് ഡയറക്റ്റ് അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയൊന്നും പറ്റില്ല. ഒരു നല്ല ലൈസൻസ്ഡ് ആയിട്ടുള്ള ഹോം കെയർ ക്ലിനിക്സിലൊക്കെ WBC വഴി സാലറി ഉള്ളൂ. അങ്ങനെ WBC വഴി സാലറി കിട്ടിയാൽ നമുക്കും
ഭാവിയിലേക്ക് നല്ലതായിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കാര്യങ്ങൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ജോലി പറഞ്ഞ പോലെയോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേബറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾക്ക് പ്രൊബേഷണൽ പീരീഡിൽ റെസിഗ്നേഷൻ കാര്യങ്ങളും എല്ലാം വെക്കാം. അത് വിസ അടിച്ചാലോ പ്രോസസ്സിങ്ങിലായാലോ ഒന്നും ഒരു കുഴപ്പമില്ല. ആസ് പെർ നിങ്ങളോട് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ലേബറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ രീതിയിലേക്ക് അഡ്വൈസ് എടുത്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഒരു ഹോസ്പിറ്റലിൽ ഒരു ജോലി കിട്ടിയതിന് ശേഷം ഹോസ്പിറ്റൽ, ഹോം കെയർ, ക്ലിനിക്കിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ ഒരു മന്തിൽ നടക്കുന്നതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് അയക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.